everyone, welcome to Xylem Learning. മക്കളെ അമൃത മിസ് ആണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുമക്കള് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മളുടെ പാരന്റ്സ് ഒക്കെ പറയുന്ന ഒരു സാധനം ഉണ്ട് അല്ലേ? സമയമായി എണീക്ക്, അല്ലെങ്കിൽ സമയമായി ഉറങ്ങ്, അല്ലെ 7 മണിയായി, 9 മണിയായി, 9:30 ഇവരൊക്കെ ഈ ക്ലോക്ക് നോക്കി സമയം നമുക്ക് പറഞ്ഞു തരാറുണ്ട് അല്ലേ? മക്കൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്ങനെയാ ഇവരിത് നോക്കുന്നേ? അല്ലെ, നിങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ലേ ക്ലോക്ക് നോക്കി ഇതേപോലെ സമയം പറയാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അല്ലേ? അപ്പൊ കുറേ നമ്പറുകളും 2-3 സൂചികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു സാധനമാണ് ഈ ക്ലോക്ക് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവല്ലോ, പല ഷേപ്പുകളിലുണ്ട് അല്ലേ? പല രൂപങ്ങളില് മീനിന്റെ ഷേപ്പിൽ കാണാം, ചിലർ നമ്മളുടെ ഫോട്ടോ കൊടുത്തിട്ടുള്ള ക്ലോക്കുകൾ കാണാം. അപ്പൊ ഇതേപോലെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോക്കുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ക്ലോക്ക് നോക്കി സമയം പറയാം എന്നുള്ളതാണ്. സിമ്പിളാണ്, എൻ്റെ മക്കൾക്കൊക്കെ അറിയാൻ മതിയാവും, എന്നാലും മിസ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് ക്ലോക്കിനെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതൊരു ക്ലോക്ക് ആണ് അല്ലേ? ഈ ക്ലോക്കിൽ എത്ര സൂചികളുണ്ട്, എത്ര നീഡിൽസ് ഉണ്ടെന്ന് നോക്കിയേ. 1, 2, 3 നീഡിലുകൾ ഉണ്ട് അല്ലേ? 3 സൂചികളുണ്ട്. ഒന്നാമത്തെ സൂചി എന്ന് പറയുന്നത് ഈ ഓറഞ്ച് കളറിലുള്ള സൂചി നോക്കാം. ഈ ഓറഞ്ച് കളറിലുള്ള സൂചി കുറച്ച് മെലിഞ്ഞിട്ടാണ്, നീണ്ടിട്ടാണ്, കുറച്ച് മെലിഞ്ഞ് നീണ്ടിട്ടാണ്. ഈ സൂചിനെ വിളിക്കുന്ന പേരാണ് മിനിറ്റ് സൂചി. മിനിറ്റ് സൂചി അല്ലെങ്കിൽ മിനിറ്റ് ഹാൻഡ്. ഈ സൂചിനെ വിളിക്കുന്നവരാണ് മിനിറ്റ് ഹാൻഡ്. അടുത്തത് നോക്കുക, ഈ പച്ച കളറിലുള്ള സൂചി നോക്കിയേ. കുറച്ച് തടിച്ചിട്ടാണ്, ചെറുതാണ്, നല്ല ക്യൂട്ടാണ് അല്ലേ? കുറച്ച് തടിച്ച് കുഞ്ഞൊരു സൂചിയാണ്. ഇതിൻ്റെ പേരാണ് ഹവർ ഹാൻഡ്. ഹവർ ഹാൻഡ്, മണിക്കൂർ സൂചി എന്ന് പറയും. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, നല്ല മെലിഞ്ഞ് നല്ല നീളമുള്ള ഒരാളാണ്. മെലിഞ്ഞ് നീളമുള്ള ഒരു നീല കളറിലുള്ള ഒരാളെ കാണുന്നില്ലേ? ഇയാളുടെ പേരെന്താ? സെക്കൻഡ് സൂചി അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എന്ന് പറയും. അപ്പൊ ഈ 3 ആൾക്കാരാണ് ഈ ഒരു ക്ലോക്കിന്റെ സമയം നിശ്ചയിക്കുന്നത്. ഇവരെ 3 പേരെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമയം നോക്കാൻ പഠിക്കുന്നത്. റെഡി? അപ്പൊ 3 പേര് ആരൊക്കെയാണ്? ഒരു കുഞ്ഞുണ്ട്, ഏറ്റവും ചെറിയ നീഡില്. നമ്മൾ ക്ലോക്ക് എടുത്ത് നോക്കുക, ഏറ്റവും കുഞ്ഞു നീഡില് കാണാം. അതിന്റെ പേരാണ് ഹവർ ഹാൻഡ്, മണിക്കൂർ സൂചി. പിന്നെ കുറച്ച് നീളമേറിയ സൂചി കാണാം, ഇയാളെ വിളിക്കുന്ന പേരാണ് മിനിറ്റ് ഹാൻഡ്. കണ്ണിൽ കാണാൻ പറ്റാതെ നേരിയ ഒരു സൂചി കാണാം, അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഹാൻഡ്. ഓക്കെ, ക്ലിയർ ആയി? 3 സൂചികളെ പരിചയപ്പെട്ടു. ഈ മണിക്കൂർ സൂചിയാണ് എത്ര മണിക്കൂറായി എന്ന് തീരുമാനിക്കുന്നത്. മിനിറ്റ് സൂചിയാണ് എത്ര മിനിറ്റായി എന്ന് തീരുമാനിക്കുന്നത്. ഈ മെലിഞ്ഞ സൂചി സെക്കൻഡ് ഹാൻഡ് ആണ് എത്ര സെക്കൻഡായി എന്ന് തീരുമാനിക്കുന്നത്. റെഡി? ഇനി നോക്കാം, ഒരു ക്ലോക്കില് നമ്മൾ എത്ര നമ്പേഴ്സ് കാണാൻ പറ്റുന്നുണ്ട്? ഒരു ക്ലോക്കില് മക്കള് എത്ര നമ്പേഴ്സ് കാണുന്നുണ്ട്? ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ, എത്ര നമ്പേഴ്സ് ആണുള്ളത്? 1, 2, 3, 4, 5 അങ്ങനെ പോയി 12 വരെ അല്ലേ? 1 മുതൽ 12 വരെയുള്ള നമ്പറുകളാണ് നമുക്ക് എന്തിൽ കാണാൻ പറ്റുന്നത്? ഒരു ക്ലോക്കിൽ കാണാൻ പറ്റുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ ക്ലോക്കിനെ 12 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് അല്ലേ? 12 കഷ്ണങ്ങളാക്കി മുറിച്ചു. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യില്ലേ? 12 പീസാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ക്ലോക്കിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡി? ഇനി ഒന്ന് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാ ഈ 12ന്റെയും 1ന്റെയും ഒക്കെ ഇടയ്ക്ക് എന്താ പിന്നെയും കുഞ്ഞു കഷ്ണങ്ങളുണ്ട് ഇല്ലേ? ഒന്നുകൂടെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ആ 12ന്റെയും 1ന്റെയും എല്ലാത്തിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? പിന്നെയും ഒരു കുഞ്ഞു ഡിവിഷൻസ് ഉണ്ട്. അത് എത്ര എണ്ണ നോക്കിയേ? 1, 2, 3, 4, 5. 1ന്റെ അടുത്ത് എത്തുമ്പോൾ അതെന്താവും? 5 ആവും. 6, 7, 8, 9. 2ന്റെ അടുത്ത് എത്തുമ്പോൾ അത് 10 ആവും. 11, 12, 13, 14, 15. അതായത് 1 എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? 5 ഡിവിഷനാണ്. 2 എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? 10 ആണ്. 3 എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? 15 ആണ്. 4 എത്രയായിരിക്കും? 20. 5 എത്രയായിരിക്കും? 25 അല്ലേ?
കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഇനി നമ്മൾ സമയം നോക്കുകയാണെന്ന് വിചാരിക്കാം. ആദ്യം നമ്മൾ നോക്കേണ്ടത് മണിക്കൂർ സൂചി എവിടെയാണ് എന്നാണ്. നമ്മൾ സമയം നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് മണിക്കൂർ സൂചി എവിടെയാണ്. ഇവിടെ എവിടെയാ മണിക്കൂർ സൂചി? കണ്ടോ, 7-ലാണ് മണിക്കൂർ സൂചി. അപ്പൊ എത്ര മണിയായി? 7 മണിയായി, 7 o'clock ആയി. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് മിനിറ്റ് സൂചി എവിടെയാണ്. മിനിറ്റ് സൂചി എവിടെയാ? ഇവിടെ കറക്റ്റ് 1-ലാണ്. അതിനർത്ഥം 7:05 ആയി, 7:05 ആയി. ഇങ്ങനെയാണ് നമ്മൾ പറയാ. ഒരിക്കലും 7:1 എന്ന് നമ്മൾ പറയരുത്. 1-ന് നേരെ ഏതാണോ നമ്പർ ഉള്ളത് അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി അറിയില്ലെങ്കിൽ 1-നോട് 5 ഗുണിച്ചാൽ മതി. 1-നോട് 5 ഗുണിച്ചാൽ മതി. 5. 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയി. ഇനി സെക്കൻഡ് സൂചി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് സൂചി കൂടി ഒന്ന് നോക്കി വെക്കാം. റൈറ്റ്, ഇവിടെ നോക്കുക. ഇവിടെ നമ്മൾ വേറൊരു കാര്യം അറിയേണ്ടതുണ്ട്. 60 മിനിറ്റുകൾ ചേർന്നാൽ 1 മണിക്കൂറായി. 60 മിനിറ്റുകൾ ചേർന്നാൽ 1 മിനിറ്റായി. അതേപോലെ 60 സെക്കൻഡ് ചേർന്നാൽ 60 മിനിറ്റ് ചേർന്നാൽ 1 മണിക്കൂറായി. 60 സെക്കൻഡ് ചേർന്നാൽ 1 മിനിറ്റായി. 24 മണിക്കൂർ ചേർന്നാൽ 1 ദിവസമായി. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് എന്തിലേക്കാ? സമയം എങ്ങനെ നോക്കാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മിസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യം നിങ്ങൾ തപ്പിയെടുക്കേണ്ടത് മണിക്കൂർ സൂചിനെയാണ്. എവിടെയാ മണിക്കൂർ സൂചി? ഇതാ അല്ലേ? മണിക്കൂർ സൂചി എവിടെയാ? 10-ന്റെയും 11-ന്റെയും ഇടയ്ക്കാണ്. അപ്പൊ നമ്മൾ അതിൽ ചെറിയ നമ്പർ എടുക്കണം. 10. 10 മണിയായി, 10 മണിയായി. അടുത്ത ആരെയാ നോക്കേണ്ടത്? മിനിറ്റ് സൂചി. മിനിറ്റ് സൂചി എവിടെയാ നോക്കിയേ? കറക്റ്റ് 11-ൽ. 11 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? 11 × 5 55. അപ്പോൾ 55 മിനിറ്റ് അല്ലേ? 10 മണിക്കൂർ 55 മിനിറ്റ്. ഇനി എന്താണ്? സെക്കൻഡ് സൂചി എവിടെയാ? നോക്കിയേ, സെക്കൻഡ് സൂചി എവിടെയാ? ഇവിടെയാണല്ലേ? ഇതാ ഇവിടെയാ സെക്കൻഡ് സൂചി നിൽക്കുന്നത്. ഇത് 20 അല്ലേ? 4 എന്ന് പറഞ്ഞാൽ 4 × 5 20. 20-ന്റെ തൊട്ടടുത്ത് ആരായിരിക്കും? 21. 21 സെക്കൻഡ്. 10 അല്ലേ? 10 55 21 സെക്കൻഡ്. 10 മണിക്കൂർ 55 മിനിറ്റ് 21 സെക്കൻഡ്. ഓക്കെ, അങ്ങനെയാണ് സമയം നോക്കുക. റെഡി? ഇനി അടുത്ത് നോക്കിയേ. സമയം ഇവിടെ തന്നിട്ടുണ്ട്, ക്ലോക്കിൽ വരച്ചാൽ മതി. ഓക്കെ, 4 മണി 15 മിനിറ്റ്. 4 മണി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സൂചി 4 മണിയിലേക്ക് വരയ്ക്കണം. മണിക്കൂർ സൂചിയാണ്, കുറച്ച് തടിച്ചിട്ടുള്ള മണിക്കൂർ സൂചി. വരച്ചു. 15 മിനിറ്റ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് നീളം കൂടിയ ആളാണല്ലേ? നീളം കൂടിയ ആളാണ്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3-ലായിരിക്കും. നമ്മൾ 3-ലോട്ട് വരച്ചു. എത്ര സെക്കൻഡാണ്? 40 സെക്കൻഡ്. 40 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എവിടെയാ ഉണ്ടാവുക? 8-ലാണ് ഉണ്ടാവുക. 40 സെക്കൻഡ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേടാ? അടുത്ത നോക്കിയേ. 9 മണി. 9 മണി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ 9 മണിയിലേക്ക് നമ്മളുടെ ഹവർ ഹാൻഡിനെ വരയ്ക്കണം. മണിക്കൂർ സൂചിനെ 9 മണിക്ക് വരച്ചു. 55 മിനിറ്റ്. 55 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 11-ന്റെ അടുത്ത് അല്ലേ? 11-ന്റെ അടുത്തേക്ക് വരയ്ക്കാം. ഓക്കെ, പിന്നെ 14 സെക്കൻഡ്. 14 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവും? ഇവിടെ. 10 കഴിഞ്ഞ് 4. ഇതാ 14. 14. റെഡി? ഇനി എൻ്റെ കുഞ്ഞുമക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വേഗം ഒരു ബുക്ക് എടുക്കുക. മിസ്സി കാണിച്ചിരിക്കുന്ന ക്ലോക്കിൽ എത്രയാ സമയം എന്നുള്ളതൊന്ന് എഴുതി നിങ്ങളുടെ പാരൻസിനെ കാണിച്ചു കൊടുക്കുക. ശരിയാണോ എന്ന് അവർ പറയും. റെഡി? അപ്പൊ ക്ലിയർ ആയല്ലോ? ഇങ്ങനെയാണ് മക്കളെ സമയം നോക്കുക. ആദ്യം മണിക്കൂർ സൂചി, പിന്നെ മിനിറ്റ് സൂചി, പിന്നെ സെക്കൻഡ് സൂചി എടുക്കുക. ഇവരൊക്കെ എവിടെയാ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ടൈം പറയാം. ഓക്കെ, ഇനി നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കുറേ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം? സമയം ഈസി ആയിട്ട് നോക്കി തുടങ്ങാം.
Okay, so thank you students, thank you so much. Have a great day. Bye everyone.